ഇതാണ് ചരിത്രപ്രസിദ്ധമായ പാലാ കത്തീഡ്രൽ ദേവാലയം, സെയിൻറ് തോമസ് കത്തീഡ്രൽ. AD 1002 ജൂലൈ 3 ഇവിടുത്തെ ആദ്യ ദേവാലയം സ്ഥാപിതമായത്. പാലായിലെ നാടുവാഴികളായിരുന്ന മീനച്ചിൽ കർത്താക്കന്മാർ മീനച്ചിലാറിൻ്റെ തീരത്ത് നൽകിയ സ്ഥലത്താണ് ആദ്യ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് ഈ പള്ളി 3 പ്രാവശ്യം പുതുക്കിപ്പണിതു. ഇപ്പോൾ നിലവിലുള്ള പഴയ പള്ളി 1702 പണിയപ്പെട്ടത്. 1950 പാലാ രൂപത സ്ഥാപിതമായപ്പോൾ ഇത് കത്തീഡ്രൽ പള്ളിയായി. കത്തീദ്ര എന്നാൽ ബിഷപ്പിൻ്റെ ഇരിപ്പിടം എന്നാണ് അർത്ഥം. ഇപ്പോൾ കാണുന്ന പുതിയ പള്ളി 1981 ജാനുവരി 1 കൂദാശ ചെയ്യപ്പെട്ടത്. അന്ന് രൂപതാധ്യക്ഷനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിലിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ പള്ളി രൂപം കൊണ്ടത്. അമേരിക്കയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ വാഷിംഗ്ടൺ DC-യിലെ ബസിലിക്ക ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ്റെ മുഖവാരത്തിൻ്റെ മാതൃകയിലാണ് പാലാ കത്തീഡ്രൽ പള്ളിയുടെ മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത്. പാലാ കത്തീഡ്രൽ പള്ളിയിലെ പ്രധാന തിരുനാളാണ് ജാനുവരി 6 ആഘോഷിക്കുന്ന ദനഹാ തിരുനാൾ. ഈശോയുടെ മാമോദീസയാണ് ദനഹാ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. ഈശോ ജോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ചതിനെ അനുസ്മരിച്ച് ദനഹായുടെ തലേന്ന് രാത്രി മീനച്ചിലാറിൽ കുളിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ പൂർവികർ തിരുനാൾ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ദനഹാ തിരുനാളിന് രാക്കുളി തിരുനാൾ എന്ന് പേര് വന്നത്. രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പ്രധാന ആചരണമാണ് മലയുന്ത്. പ്രധാന തിരുനാൾ ദിനമായ ജാനുവരി 6 ഉച്ചകഴിഞ്ഞാണ് മലയുന്ത് നടത്തപ്പെടുന്നത്. കിഴതടിയൂർ ദേശവാസികളാണ് മലയുന്തിന് നേതൃത്വം നൽകുന്നത്. തിരുനാൾ കർമ്മങ്ങളിലും മലയുന്തിലും പങ്കെടുക്കാൻ 100 കണക്കിന് വിശ്വാസികൾ കത്തീഡ്രൽ പള്ളിയിൽ എത്താറുണ്ട്. 1.5 ടണ്ണിലേറെ ഭാരമുള്ള മല 1833 കട്ടക്കയത്തിൽ യൗസേപ്പ് മൽപ്പാനച്ചൻ വികാരിയായിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ്. വായും പുലർന്നു നിൽക്കുന്ന കടുവയാണ് മലയുടെ ഏറ്റവും മുൻപിൽ കാണുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെയും യേശുപിതാവിനെയും ഉണ്ണി ഈശോയെയും കൂടാതെ മാലാഖമാരെയും പൂജ്യരാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും ആടുകളെയും വിലക്കപ്പെട്ട കനിയെയും ഈ മലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മലയുടെ ഏറ്റവും മുകളിൽ കാണുന്നത് കിഴക്കുനിന്ന് വന്ന രാജാക്കന്മാർക്ക് വഴികാട്ടിയ നക്ഷത്രമാണ്.